ഇന്നത്തെ റെസിപ്പി ഈ ഒരു സാധനം വെച്ചിട്ടാണ്. ഇത് കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു റെസിപ്പി ചെയ്താലോ. ഇത് വീട്ടിൽ തന്നെ പിടിച്ചു കിട്ടിയതാണ്. അപ്പോൾ ഇത് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നീളത്തിന് ഒന്ന് അരിഞ്ഞിട്ട് അതൊന്ന് ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക. നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇച്ചിരി തേങ്ങ എടുക്കുക, അതിലേക്ക് കുറച്ച് ചെറു ജീരകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇച്ചിരി കടുകും കൂടെ ഇട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിനൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി കൂട്ടാനായിട്ട് കുമ്പളങ്ങ എടുക്കാം. കുമ്പളങ്ങ ഞാൻ അവിടെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഏതിലാണോ പച്ചടി വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പച്ചടി തയ്യാറാക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒരു 3-4 പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം പച്ചടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ തൈര് ചേർക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ച് തൈര് എടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് തൈരൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വയ്ക്കുക. ഇനി അതിലേക്ക് താളിപ്പും കൂടെ നടത്താം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കുമ്പളങ്ങ പച്ചടി തയ്യാറായിട്ടുണ്ട്.